കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, സഹോദരീ സഹോദരന്മാർ, ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസി, ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ബിനു, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ ഓർപ്പിച്ചതുപോലെ നമ്മൾ ശിഷ്യത്വത്തെക്കുറിച്ച്, ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് നമ്മുടെ 6ാമത്തെ ധ്യാനമാണ്. പലയിടങ്ങളിലും പലരും ഇതിന് പ്രാധാന്യത കൊടുക്കുന്നില്ല എങ്കിലും ദൈവമക്കളാകുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ആ ഇൻട്രസ്റ്റിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മഹാനിയോഗത്തിൽ നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു, 2 വശങ്ങളിൽ ഒന്ന് സുവിശേഷീകരണം എന്നുള്ളതാണ്. എന്നാൽ സുവിശേഷം കേട്ട് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്ന ആളുകളെ തുടർന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവവചനങ്ങൾ, കൽപ്പനകൾ പഠിപ്പിക്കണമെന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിത ശൈലി അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവർ യേശുവിനെ അനുഗമിക്കേണ്ടതാകുന്നു എന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെട്ടു കാര്യം തീരുകയല്ല. രക്ഷിക്കപ്പെട്ട ആളുകൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാനുള്ള ദൈവവചന ശുശ്രൂഷകൾ, ക്രിസ്തു കേന്ദ്രിതമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് ദൈവവചനത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ 30 വർഷത്തിൽ നടന്ന ചില കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് പരസ്യ ശുശ്രൂഷയിലെ വർഷങ്ങളാണ്. എന്നാൽ അത് 10% മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് 30 years ഒരു സൈലന്റ് പീരീഡായി എന്ന് വേണേൽ നമുക്ക് ചിന്തിക്കാം. ആ സമയങ്ങളിൽ നടന്നത് നമ്മുടെ ശിഷ്യത്വ പരിശീലനത്തോടുള്ള ബന്ധത്തിൽ അല്പം ഒന്ന് അടുത്ത് ശ്രദ്ധിച്ചാൽ ധാരാളം പാഠങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാനായിട്ട് നമുക്കുണ്ട് എന്നതാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് യേശുവിൻ്റെ മനോഭാവത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നത് 5-ാം വാക്യം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതൊരു കൽപ്പനയായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ആ ഭാവം ഇലസ്ട്രേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യം ഞാനൊന്ന് വായിക്കാം. അത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. 8-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷനും ക്രൂശ് മരണവും കർത്താവിൻ്റെ താഴ്മയെ സൂചിപ്പിക്കുന്നതാണ് എന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ ഈ വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതായിരുന്നത് കൊണ്ട് അതിൻ്റെ വേദശാസ്ത്രപരമായ പല കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ബേസ് ഇട്ടാണ് ഇവിടെ വരെ നമ്മൾ വന്നത്.
അപ്പൊ വിശ്വാസികളുടെ താഴ്മയുടെ ഏറ്റവും ശക്തമായ സമാനതകളില്ലാത്ത ഉദാഹരണം നാം യേശുക്രിസ്തു എടുത്ത ഈ മനുഷ്യ സാദൃശ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യ സാദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ 100% മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത മനുഷ്യപ്രകൃതം. അപ്പം ആ മനുഷ്യനായി വന്ന ഇൻകാർണേഷനും പിന്നീട് അവിടുത്തെ ആ 33 തിരുവയസ്സ് ആ കാൽവറി ക്രൂശിലെ മരണം, ഇവിടെ എല്ലാം നമുക്ക് ഹ്യൂമിലിറ്റി ഓഫ് ജീസസ് കാണാൻ കഴിയും. അങ്ങനെ നമ്മളാകണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം 3 വർഷം അല്ലെങ്കിൽ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ സമയത്തെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്നാൽ അതിന് മുൻപ് പലപ്പോഴും നമ്മൾ അവഗണിക്കാറുള്ള ഈ ആദ്യത്തെ 30 ഇയേഴ്സിലെ കാര്യങ്ങൾ അല്പമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കണം. ദൈവമക്കൾക്ക് ഈ വാക്യങ്ങൾ ഞാനിവിടെ വായിച്ചു, അതിൽ നിന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്നലത്തെ നിത്യതയിൽ, അവിടുത്തെ മഹത്വത്തിൽ, അവിടുന്ന് പിതാവാം ദൈവത്തോട് സമനാണ്, അവിടുന്ന് നിത്യനാണ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ തന്നെ തുടരുന്നത് അവിടുത്തെ അവകാശവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായത്. അവിടുന്ന് തന്നെത്താൻ താഴ്ത്തി, അവിടുന്ന് തന്നെത്താൻ ഒഴിച്ചു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. അപ്പൊ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മളുടെ മനോഭാവം ഇതായിരിക്കണം. എത്ര വലിയ ഉയർച്ചയിൽ നിന്നാണ് കർത്താവ് സ്വന്തമായി തന്നെത്താൻ താഴ്ത്തുന്നത്. ആ ഇൻകാർണേഷനിൽ അപ് ടു ദ ക്രൂശ് മരണം നമ്മൾക്കത് കാണാൻ കഴിയും. അതിൽ കർത്താവിൻ്റെ ജനനം എന്ന ജനനത്തിന് മുൻപ് അവിടുത്തെ വംശാവലി തൊട്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഈ മനോഭാവം ക്രിസ്തുവിലുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകേണ്ടത്. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, ഒരു പ്രാവശ്യം കൂടെ പറയാണ്, ഇത് നമ്മളെ കൊണ്ട് നടക്കത്തില്ല. ഇത് പ്രായോഗികമാകണമെങ്കിൽ നമ്മുടെ ബലത്തിൽ പണി നടക്കത്തില്ല. വി ഹാവ് ടു ട്രസ്റ്റ് ഗോഡ്. പരിശുദ്ധാത്മ സ്നാനത്താൽ ആത്മാവിൻ്റെ സജീവമായ സാന്നിധ്യവും നിയന്ത്രണവും മനസ്സിലാക്കിയ നമ്മൾ ബോധപൂർവവും അനുദിനം ആത്മാവിന് വിധേയപ്പെടാതെ ഈ ക്രൈസ്റ്റ് ലൈക്ക് ബിഹേവിയർ നമ്മളിൽ നിന്ന് പുറത്തു വരത്തില്ല പ്രിയരെ. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഞാൻ ഇന്നു മുതൽ ഇങ്ങനെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എത്രയോ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. മിക്കവാറും ഡിസംബർ 31 എന്ന് പറയുന്ന അങ്ങനെ ഒരു കൊട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന ദിവസങ്ങളാണ്. പക്ഷെ ജാനുവരി 1 ആവുമ്പോഴത്തേക്കും വിതിൻ hours we miss the mark. അത് we are trying to do it in our own strength which is very weak. അതുകൊണ്ട് പിന്നെയും എനിക്ക് ഊന്നൽ കൊടുക്കാനുള്ളത്, അടിവരയിട്ട് പറയാനുള്ളത് പരിശുദ്ധാത്മ ശക്തി. ഇവിടെ ഒരു കാര്യം കൂടെ, ഞാൻ എപ്പോഴും ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഊന്നൽ കൊടുക്കാനുള്ളത്, നമ്മൾ ചെയ്തത് we limited the Holy Spirit baptism just to speaking in tongues. അപ്പം അത് വേണ്ടെന്നല്ല ഈ പറയുന്നത്. But there is more to the power of the Holy Spirit. ക്രിസ്തുവിൻ്റെ സ്വഭാവം, നമ്മുടെ ജഡമനുഷ്യനെ അനുദിനം മരിപ്പിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ ഭരിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അന്യഭാഷ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ വെരി ഗുഡ്. ഒരിക്കൽ പോലും നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നരുത് this man is again speaking in tongues. Not at all. ഞാൻ കർത്താവിൻ്റെ കരുണയാലും കൃപയാലും
അന്യഭാഷയിൽ സംസാരിക്കുന്നയാളാണ്. എന്നാൽ അതിൽ മാത്രം ലിമിറ്റ് ചെയ്യരുത്. അതിനുവേണ്ടി മാത്രമല്ല ഹോളി സ്പിരിറ്റിന് നമുക്ക് തന്നിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ സജീവമായി പ്രവർത്തിക്കും. പക്ഷെ നമ്മുടെ ഭാഗം നമ്മളൊന്ന് ഈൽഡ് ചെയ്യണം. ഈൽഡ് ദ പാർട്സ് ഓഫ് യുവർ ബോഡി എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ നമ്മൾ ആത്മാവിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ മനോഭാവം, നമ്മുടെ പ്രവൃത്തികൾ, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറപ്പെടും, പുറത്തു വരും എന്നുള്ളതിൽ സംശയം ഇല്ല. അപ്പൊ ക്രിസ്തു കാണിച്ച മാതൃക അതുപോലെ ചിന്തിക്കുക, നടക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നതാണ് നമ്മൾ ഈ പഠന പരമ്പരയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ ആ 3 അല്ലെങ്കിൽ 3.5 years ആണ്. പക്ഷേ നമ്മൾ ആദ്യം മുതൽ ഒന്ന് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനത് തുടങ്ങുന്നതിന് മുമ്പ് റിമെമ്പർ, ന്യൂ ബർത്ത് ഈസ് എ ബിഗിനിങ്. പുതിയ ജനനം ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കമാണ്. പുതിയ ജനനം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചവർ, അവര് ഈ ക്രിസ്ത്യൻ ലൈഫിലേക്ക് ഇറങ്ങണം. അതെന്താണ്? ബീയിങ് കൺഫോംഡ് ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഡെയിലി. ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന വലിയ മഹത്വമേറിയ ഒരു പ്രവൃത്തിയുണ്ട് പ്രിയരെ. നാം ഈ തിരുവെഴുത്തുകൾ വായിക്കുമ്പോഴും പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ആത്മാവ് നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരും. ഓക്കെ, ലൈക്ക് നെവർ ബിഫോർ. ഞാനിപ്പോൾ ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം ഇങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യുക. അമേസിങ്. ഇത് തന്നെ നമ്മൾ നേരത്തെ വായിച്ചിട്ടില്ലേ? നേരത്തെ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് യേശുവിനെ കാണണം എന്ന ചിന്തയോടെ, എന്ന ആഗ്രഹത്തോടെ, എന്ന പ്രാർത്ഥനയോടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ജീസസിന്റെ ആ പ്രവർത്തന ശൈലിയിലും അവിടുത്തെ മനോഭാവത്തിലും ഒക്കെ കാണാത്ത കാര്യങ്ങൾ ആത്മാവ് നമുക്ക് കാണിച്ചു തരികയും നമുക്ക് അങ്ങനെ ജീവിക്കാനുള്ള ആന്തരിക ആത്മീക ബലം നമുക്ക് തരികയും ചെയ്യും. ദാറ്റ്സ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഡസ്. അപ്പൊ അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പുതിയ ജനനം നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് ഞാൻ ധരിക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും ആ ശ്രേഷ്ഠമേറിയ അനുഭവം ഇല്ലെങ്കിൽ അത് സംബന്ധമായി നിങ്ങൾ മനസ്സിലാക്കണം. പാപബോധമുണ്ടായി മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും പുതിയ ജനനം, ദ ന്യൂ ബർത്ത് ഉണ്ടായി ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ മക്കളായി ദൈവം നമ്മളെ ജനിപ്പിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മളിപ്പോൾ പാരമ്പര്യമായി വേർപെട്ട സഭയിലാണെന്നൊക്കെ പറഞ്ഞാൽ ഐ ഡിസഗ്രി. പാരമ്പര്യമായിട്ട് സഭയിൽ നമുക്കാകാം, വീണ്ടും ജനനം ഉണ്ടെങ്കിലും അങ്ങനെയാകാം. പക്ഷേ വീണ്ടും ജനനമില്ലാതെ ഏതെങ്കിലും ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ പോകുന്ന ഒരു സഭയുടെ ഭാഗം ആയതുകൊണ്ട് നമ്മൾ ജനിക്കുന്നില്ല. ഇതൊരു ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. അത് വ്യക്തിപരമായ അനുഭവമാണ്. ആർക്കെങ്കിലും അതില്ലെങ്കിൽ നിങ്ങൾ അത് സംബന്ധിച്ച് മനസ്സിലാക്കണം പ്രാർത്ഥനയോടെ എന്ന കാര്യം വളരെ സ്നേഹത്തോടെയും താഴ്മയോടെയും ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ അനുഭവത്തിന് ശേഷമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ ലൈഫിലേക്ക് വരുന്നത്. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷം, എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളെ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കാണ് കൊണ്ടുപോകാനുള്ളത്. എന്നാൽ അതുവരെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവമക്കൾക്കെല്ലാം അറിയാം. അതിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കൊരു പ്രത്യേകത കാണാൻ കഴിയും. കുറെ സഹോദരിമാരുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് പുരുഷന്മാരുടെ പേരാണ് അവരിഷ്ടപ്പെടുന്നത്. അതാണ് സാധാരണ മെൻഷൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു 5 സഹോദരിമാരുടെ പേര്
നമ്മൾ കാണാൻ കഴിയും. അവരുടെ പശ്ചാത്തലത്തില് റവല്യൂഷണറിയാണ്. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവർ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു ജാതിയിൽപ്പെട്ട ആളാകാഞ്ഞതിനായി സ്തോത്രം, ഞാന് ഒരു അടിമയല്ലാതിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പിന്നെ പറയുന്നത് നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടത്തില്ല, ഞാൻ സ്ത്രീ അല്ലാത്തത് കൊണ്ട് സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന അവരുടെ ആ സംസ്കാരത്തിൽ 4-5 സഹോദരിമാരെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സഹോദരിമാരെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആൻസസ്ട്രൽ ലൈനിൽ വരുന്നവരാണ്. അപ്പോൾ തന്നെ ഒരു ചിന്ത ഞാൻ പറയാം. എന്താ കർത്താവിൻ്റെ ആ വംശാവലിയിലുള്ള എല്ലാ സഹോദരിമാരെ കുറിച്ച് എഴുതിയോ? എല്ലാ അമ്മമാരെ കുറിച്ചും എഴുതിയോ? ഇല്ല. സിലക്റ്റഡ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. പക്ഷെ ആ സിലക്റ്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന 5 പേരിൽ 4 പേരുടെ കാര്യം, മറിയ, കർത്താവിൻ്റെ അമ്മയാകുന്ന മറിയ നമ്മൾ മാറ്റിവെക്കുക, ബാക്കി 4 പേരുടെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതെങ്ങനെയാണ്, എത്ര ചിന്തിച്ചാലും അല്ല ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യത്തില്ലായിരുന്നു, വേറെ ഒരു അമ്മയുടെ അങ്ങ് എഴുതിപ്പോരായിരുന്നു. ഒന്നാമത് അവിടെ കാണുന്നത് താമാർ എന്ന് പറയുന്ന ഒരു പേരാണ്. ഞാൻ വിശദീകരിക്കുകയേ വേണ്ട. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ ആ സഹോദരിയെക്കുറിച്ചുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 12 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ സ്വന്തം അമ്മായിയപ്പനെ ചതിച്ച് അങ്ങനെ പെരേസും സെറ എന്ന് പറയുന്ന 2 മക്കൾ ജനിച്ചു. അപ്പോൾ ഇൻസസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നോക്കുമ്പോൾ ഈ ഇൻസെസ്റ്റ് നടക്കുന്നു എന്നുള്ളത് അവിടുത്തേക്ക് അറിയാമല്ലോ. എന്നിട്ടും അവിടുന്ന് തെരഞ്ഞെടുക്കുകയാണ്, എനിക്ക് ആ ലൈനിലൂടെ വരണം, എൻ്റെ ഫാമിലി ആ ലൈനിലൂടെ വരണം എന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിസ് ഇസ് ഇൻക്രെഡിബിൾ. ഞാനോ നിങ്ങളോ ആഴുന്നെങ്കിൽ താമാർ പോലൊരു സഹോദരിയാണ് നമ്മുടെ കുടുംബചരിത്രം എഴുതുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച പണി 18 നോക്കി അവോയ്ഡ് ചെയ്യും. ഉറപ്പാണ്. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഉറപ്പാണ് അവരൊഴിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നറിയും. പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മളിൽ ആരും ഇങ്ങനെ ഒരു സിൻഫുൾ ഫാമിലി ലൈനിലൂടെ വരുവാൻ, അതും ഇൻസെഷ്യസ് റിലേഷൻഷിപ്പ്, ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ബയോഗ്രഫിയുടെ ആദ്യത്തെ പേജ് എടുക്കുമ്പോൾ താമാർ, ഓ നോ, നമ്മളത് ആഗ്രഹിക്കത്തില്ല. ബട്ട് ജീസസ് അതുവഴി വന്നു. ഓക്കെ, അതവിടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 2, അടുത്തയാളിനെയും കൊള്ളാം, രാഹാബ് എന്നേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആ പൂർണ്ണ കാര്യം അറിയാമല്ലോ. രാഹാബ് എന്ന അറിയപ്പെട്ട ഒരു വേശ്യയാണ്. മാത്രമല്ല ഒരു ജാതീയ പശ്ചാത്തലത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാള് ഒരു യഹൂദനെ കല്യാണം കഴിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അവരും ഇതാ ജീസസിന്റെ ഈ വംശാവലിയിൽ സ്ഥാനം കണ്ടുപിടിച്ചിരിക്കുന്നു, അല്ലെ അവരുടെയും പേര് മെൻഷൻ ചെയ്തിരിക്കുന്നു. See, these names are part of scripture. 3-ാമത്തെ പേര് നമ്മൾ കാണുന്നത് രൂത്തിന്റെ പേരാണ്. രൂത്ത് ദൈവമക്കൾക്കറിയാമല്ലോ, ഒരു മോവാബ്യ സ്ത്രീയാണ്, പെയ്ഗൻ ജെന്റൈൽ വുമണാണ്. അവർക്ക് വാസ്തവത്തിൽ അവര് ഇസ്രായേലിന്റെ ഉടമ്പടിയിൽ നിന്ന് പുറത്തുള്ള ഒരാളാണ് എന്നതാണ് നമുക്ക് രൂത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല രൂത്തിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് എടുത്താൽ എവിടെ ഇത് തുടങ്ങിയത്? ഉൽപ്പത്തി പുസ്തകം 19-30 മുതൽ 37 വരെയുള്ള വാക്യത്തിൽ മോവാബല്ലേ വാസ്തവത്തിൽ രൂത്തിന്റെ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോത്തും മക്കളുമായിട്ടുള്ള അഡൾട്ടറി ബന്ധത്തിൽ ഉണ്ടായ
ആ ഒരു ആളിന്റെ വംശാവലി ആണ് നമുക്ക് രൂത്തിനോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ ദൈവം അറിഞ്ഞതല്ലേ, കർത്താവ് അറിഞ്ഞതല്ലേ? അതെ, കർത്താവ് അറിഞ്ഞിട്ട് കർത്താവ് ചൂസ് ചെയ്യുകയാണ്, ഐ വോണ്ട് ടു കം ഇൻ ദാറ്റ് ലൈൻ. അത് ഭയങ്കരമല്ലേ പ്രിയരെ? നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണത്. പക്ഷെ ജീസസ് ഈസ് ചൂസിങ് ദാറ്റ്. ഇനി അടുത്തയാൾ ആരാണ്? നാലാമത്തെ ആൾ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഭാര്യ. ആരാണത്? ബത്ശേബ. 2 ശമൂവേൽ 11 നമുക്ക് വായിച്ചിട്ടുള്ളവരാണ്. അത് ഞാൻ വിവരിക്കുന്നില്ല. ശരിക്കും ആൾ ആരാണ്? ഒരു പക്ഷെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അവർക്ക് പെട്ടെന്ന് നമുക്കൊരു കുറ്റം പറയാൻ ഒക്കത്തില്ലായിരിക്കാം. ദാവീദാണ് കുറ്റം ചെയ്തത്, ഭർത്താവിനെ കൊന്നു. അതിനു മുമ്പ് തന്നെ ഇവരുമായിട്ട് അഡൾട്രസ് റിലേഷൻഷിപ്പിലുണ്ടായി, അങ്ങനെ സന്തതികളുണ്ടായി. നമുക്കത് അവിടെ കർത്താവ് ആ വംശാവലിയിൽ വരുവാൻ, അല്ലെങ്കിൽ ഇവരെ കൂടെ അവിടെ പരസ്യമായിട്ട് ഈ വംശാവലിയിൽ ചേർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് ഇഷ്ടം തോന്നിയെന്നാണ്. അപ്പൊ ഈ 4 സഹോദരിമാർക്ക് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവരുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പാപമംഗുലമായ ഒരു ചരിത്രമുള്ള 4 സഹോദരിമാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യം പറയാം. ഒന്നാമത്, ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ദൂത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ താണ ലോകത്തിൽ വന്നത് ഏറ്റവും വലിയ പാപികളെ രക്ഷപ്പെടുത്തുവാനാണ് എന്നുള്ള ദൂതാണ് നമുക്ക് ഈ വംശാവലി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവിടുന്ന് വന്നത് നീതിമാന്മാരെ തെരഞ്ഞല്ല. ഹി ഹാസ് കം ടു സേവ് സിന്നേഴ്സ്. ഇന്ന് പകൽ അവിടെ എനിക്കറിയത്തില്ല ഏതാണ് സമയമെന്ന്, മേ ബി ഇറ്റ്സ് ഏർലി മോർണിംഗ്. നിങ്ങൾ എന്നെ കേൾക്കുന്നവരിൽ നിങ്ങൾക്ക് എന്ത് പാസ്റ്റ് ഉണ്ടെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. ജീസസ് ലവ്സ് യു ആൻഡ് വാണ്ട്സ് ടു മേക്ക് യു ഹിസ് ചൈൽഡ്. യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം ഒരാത്മീക ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ള ആ ഭയങ്കര ദൂതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കണം നമുക്ക്. There is hope for every sinner. അതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുന്ന് ഇങ്ങനെ ഒരു വംശാവലി തിരഞ്ഞെടുക്കാൻ കാരണം ഈ പാപം നിറഞ്ഞ മാനവജാതിയുമായിട്ട് അവിടുന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഈ എക്സാമ്പിൾസ്, ഈ വുമന്റെ എല്ലാം നമ്മൾ കാണുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കൃപ ഇവരുടെ മേൽ ചൊരിയപ്പെട്ടു. ഇവരെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അമ്മച്ചിമാരായി മാറി. എന്തൊരു ശ്രേഷ്ഠമേറിയ വംശാവലിയിൽ ഇവരെ കൂടെ ദൈവം കോർത്തിണക്കി എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം പുരുഷന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ എത്ര വലിയ പാപ സ്വഭാവമുള്ളവരാണെങ്കിലും അവരെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ള സന്ദേശം നമ്മൾ മറക്കല്ല്. അതാണ് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ദൈവം യോഗ്യരല്ലാത്ത ആളുകളെ അവിടുത്തെ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ സന്ദേശവും നമുക്ക് കാണാൻ കഴിയും. ഒരു നിലയിലും ഇങ്ങനെ ഒരു വലിയ കാര്യത്തിന് മാനുഷികമായി കൊള്ളത്തില്ല എന്ന് വിധി എഴുതി പുറത്തു കളയേണ്ട ആളുകളും ലോകരക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലിയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ what is that? That's grace, abundant grace. വലിയ സന്ദേശമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഇനിയും നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്ന വിഷയത്തിൽ നമുക്കൊന്ന് അടുത്ത് നോക്കാം. എന്തുകൊണ്ട് കർത്താവ് ശരിക്കും നാണം വരത്തക്കവണ്ണമുള്ള ഒരു
കുടുംബ പശ്ചാത്തലം, ഒരു വംശാവലി തിരഞ്ഞെടുത്തു, ബോധപൂർവം മനഃപൂർവ്വം തിരഞ്ഞെടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചോളം നമുക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമൊന്നും ഇല്ല. നമ്മളൊരു കുടുംബത്തിൽ ജനിക്കുന്നു, ഒരു രാജ്യത്ത് ജനിക്കുന്നു. യേശുവിന് അങ്ങനല്ല. യേശുവിന് അങ്ങനല്ല. യേശുവിന് ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് വംശാവലി തിരഞ്ഞെടുക്കണം, ഇതൊക്കെ അവിടുത്തേക്ക് ചെയ്യാൻ കഴിയും. അവിടുന്ന് മഹാദൈവമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ നമ്മുടെ വിഷയത്തുള്ള ബന്ധത്തിൽ അവൻ തന്നെത്താൻ താഴ്ത്തി എന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? കർത്താവിന്റെ ആ ഹ്യൂമിലിറ്റി. നമ്മൾ മിക്കവാറും എല്ലാം മലയാളികളാണല്ലോ, അതുകൊണ്ടല്ലേ ഞാനിപ്പോ മലയാളത്തിൽ പറയുന്നത്. എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നമ്മൾ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ എത്ര നാക്ക? ഞങ്ങളുടെ കുടുംബത്തെ അറിയാമോ? ഇല്ല. ആരാണ്? അത് പറയുന്നു, ഇത് പറയുന്നു. പിന്നെ ഒരു ബുക്കുമായിട്ട് എന്നാ കുടുംബ ചരിത്രം, നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിന് കുടുംബ ചരിത്രം എന്ന് പറഞ്ഞ ബുക്കും ഒക്കെ ആയിട്ട് അറിയാമോ എന്നൊക്കെയാ വലിയ ഇതിൽ ചോദിക്കുന്നത്. കാരണം ഭയങ്കര അഭിമാനം മാത്രമല്ല, ഒരു ഇച്ചിര നെകളവും പല ആളുകൾക്കും ഉണ്ട്. വാസ്തവത്തിൽ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ച് നിഗളിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ മനോഭാവം എന്താണ് എന്നുള്ളത് ചിന്തിച്ച് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തുവാൻ ഇടയായി തീരണം. സ്തോത്രം. അവിടുത്തെ വലിയ താഴ്മ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ പൂർവ്വന്മാരെ കുറിച്ചോ ഒക്കെ നമ്മളോട് ഇപ്പൊ എന്നോട് ചോദിക്കുക, ഉടനെ നമ്മളെ പെട്ടെന്ന് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിക്കും. അപ്പോഴാ പിടി കിട്ടുന്നത് ഏതോ ഒരു വലിയ MLA ആരാണ്ട് എങ്ങാണ്ട് ദൂരത്ത് കിടക്കുന്ന ആ കെയർ ഓഫ് പിടിച്ച് ഊതി വീർപ്പിച്ച് ഒരു സംഭവമാക്കി നമ്മൾ അവതരിപ്പിക്കും. ഇത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മലയാളക്കരയിലെ പൊങ്ങച്ചം പറയുന്ന പോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ സായിപ്പിന്റെ ദേശത്താണല്ലോ, സായിപ്പന്മാർക്ക് ഇതൊന്നും വലിയ വിഷയം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സംസ്കാരം അങ്ങനല്ല. നമ്മുടെ ആ പാരമ്പര്യം, നമ്മുടെ ആ വീട്ടുപേര്, എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ടുള്ള നമുക്ക് എന്തോ ഒരു പ്രത്യേക ആനന്ദമാണ്. ഇനി ഇങ്ങോട്ട് കേൾക്കണം. ഇതാണ് പലർക്കും തടസ്സം ആത്മീക കാര്യത്തിൽ. എന്താ തടസ്സം? ഏത് ചർച്ചിലാ ബ്രദറെ പോകുന്നത്? അത് ഇന്ന ചർച്ച. ഓ, അവിടെ ആരാ വരുന്നേ? ഓ ശരി, നമ്മളൊക്കെ വലിയ കുടുംബത്തിലെ ആളുകളൊക്കെ അല്ലേ, നല്ല കുടുംബത്തിലെ. അവിടെ പോയിരുന്ന് സ്വോത്രം എന്ന് പറയാൻ എന്നെ കിട്ടത്തില്ല. ഓ, കണ്ടോ ആ പോയ പോക്ക്. നമ്മൾ ചിലരോട് പറയാം, സിസ്റ്ററെ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ശിഷ്യത്വത്തിലേക്ക് വരണം, പിന്നെ വിശുദ്ധി ഉണ്ടോ സിസ്റ്ററെ? വേർപാടുണ്ടോ? അല്ല, പാപത്തിൽ നിന്ന് വേർപെടണം, പിന്നെ വേർപെട്ട ഒരു സമൂഹത്തിലാണ് അംഗത്വം എടുത്ത് ദൈവവചനം പഠിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മുന്നേറാൻ. നോക്കിക്കേ ഈ വേർപെട്ട സമൂഹം. ഞാൻ സ്നാനമൊക്കെ വരെ അംഗീകരിച്ചു, നിൽക്കുന്നിടത്ത് നിന്നോളാം. ഇവിടെ ഞങ്ങളുടെ വീട്ടുകാരാ, നിങ്ങൾ ശ്രേഷ്ഠരാണ്. തോമാശ്ലീഹ വന്നപ്പോ നമ്മുടെ വല്യപ്പച്ചന്റെ വല്യപ്പനെയാണ് സ്നാനപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യമാണ്. ചിലർക്ക് സ്നാനപ്പെടാൻ തടസ്സം, ചിലർക്ക് വേർപെടാൻ തടസ്സം. അതെന്താ കാര്യം? നമ്മളെപ്പോലുള്ള വലിയ ഉന്നതൻ, അങ്ങനെയൊക്കെ മറ്റുള്ളവർ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ചില കാറ്റഗറിയിലുള്ളവരെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. അവരുടെ കൂടെ ഒക്കെ പോയിരുന്ന് സ്തോത്രം ഒന്നും പറയാൻ എന്നെ കിട്ടത്തില്ല. ഇത് യേശുവിന്റെ മനോഭാവമല്ല ആൻറ്റി, അങ്കളെ, ഇത് യേശുവിന്റെ മനോഭാവമല്ല. യേശുവിന് ഒരു ലജ്ജയുമില്ല താമാറിന്റെ കാര്യം എഴുതാനും രാഹാബിന്റെ കാര്യം എഴുതാനും
രൂത്തിന്റെ കാര്യം എഴുതാനും ബത്ശേബയുടെ കാര്യം എഴുതാനും. നോ, ഹി കെയിം ഇൻ ദാറ്റ് ലൈൻ. കർത്താവിന്റെ ആ വംശാവലിയിൽ അവരുടെ പേരെഴുതാൻ കർത്താവിന് ഒരു മടിയുമില്ല. യേശുവിന്റെ മനോഭാവം കണ്ടോ? ഹൗ ഹി ഹംബിൾഡ് ഹിംസെൽഫ് ടു കം ആൻഡ് സേവ് ഹ്യൂമാനിറ്റി. ആ ജീസസിനെ അനുഗമിച്ച് ആ ജീസസിന്റെ ഒരു ശിഷ്യനാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ ഈ മനോഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. സ്വത്രം പറയാമോ? ഞായറാഴ്ച ദൈവദാസൻ പറയും, അടുത്ത ഞായറാഴ്ച കർത്തൃമേശ ശുശ്രൂഷ ഉണ്ടായിരിക്കും, പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ വരണം. ചിലയിടത്ത് എല്ലാ ഞായറാഴ്ചയും ഉണ്ട്, സ്തോത്രം. ചിലയിടത്ത് മാസത്തിൽ ഒന്നായിരിക്കാം, 2 ആഴ്ച കൂടുമ്പം ഒന്നായിരിക്കാം, ഓക്കെ, വാട്ടെവർ. അങ്ങനെ ഒരു സന്ദേശം കർത്തൃദാസൻ പറഞ്ഞ ഉടനെ അങ്കിൾ ഒരു തീരുമാനമെടുക്കും. അടുത്ത ഞായറാഴ്ച ഞാൻ ഇവിടെ അല്ലിരിക്കുന്നത്. അയന്നെ, കുഞ്ഞുമോൻ എപ്പോഴും വന്ന ഇവിടെ ഇരിക്കുന്നത്. കുഞ്ഞുമോൻ്റെ കൂടെ ഞാൻ കർത്തൃമേശ നുറുക്കിയിട്ട് അവസാനം ഈ വിശുദ്ധ ചുംബനം കുഞ്ഞുമോന് കൊടുക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല്ലേ? ഇപ്പൊ നമ്മൾ അങ്ങ് ആൽബി എന്താ പറയുമ്പോ, ഇല്ലില്ലില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. ഉണ്ടോ? യേശുവിന്റെ മനോഭാവം അല്ലത്. യേശുവിന്റെ കർത്തൃമേശ ശുശ്രൂഷ ഇല്ലാത്ത ആഴ്ചയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ കുഞ്ഞുവനെ ജാക്കോ എങ്കിൽ ജാക്കോ, മത്തായിച്ചനെങ്കിൽ നമുക്ക് സന്തോഷം, പ്രൈസ് ദ ലോർഡ് എല്ലാം കർത്തൃമേശയുടെ. അതും ഇപ്പം പിന്നെ നമ്മള് ചെറിയ ചെറിയ ഗ്ലാസ്സും ഒക്കെ ആയി കേട്ടോ. പണ്ട് ഇതിങ്ങനെ അല്ലായിരുന്നു സംവിധാനം. പണ്ട് ഒരു വലിയ ഗ്ലാസ്സിനകത്ത് ഒരാൾ കുടിക്കും, പിന്നെ അങ്ങോട്ട് കൊടുക്കും, അങ്ങനെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിമാരിൽ നിന്ന് ഒരു ടിഷ്യൂ കൊണ്ടൊരു തൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ എല്ലാം മാറി. പ്രത്യേകിച്ച് കോവിഡ് വന്നതോടുകൂടി എല്ലാം റെഡിയായി. അപ്പൊ സിംഗിൾ ഗ്ലാസ് അല്ല, സിംഗിൾ ഗ്ലാസ് ആന്നേലും ഓക്കെ. പക്ഷെ ഇതിന് ശേഷമുള്ള വിശുദ്ധ ചുംബനമാണ് പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഡിസംബർ 31 വല്ലും ചിലയിടങ്ങളിൽ കാലുകഴുകൽ ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. ചിലയിടങ്ങളിലെ ഉള്ളിപ്പോ കേട്ടോ. അപ്പൊ അതിന് ആരുടെ കാല്? അവന്റെ കാല് ഞാൻ കഴുകാനോ? മത്തായിച്ച നിനക്ക് എന്തുവാടാ? എന്തുവാ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഞാൻ ആരുടെ കഴുകും? ഞാൻ കഴുകുകയാണെങ്കിൽ നമ്മളെ വലിയ പുള്ളിയുടേത് ഞാൻ അങ്ങോട്ട് കഴുകും. അപ്പൊ താഴ്മയ്ക്ക് താഴ്മയുമായി, കഴുകുമെന്ന് ചോദിച്ചാൽ കഴുകുകയും ചെയ്തു. മനോഭാവം എന്താ? ഇറ്റ് ഈസ് അൺക്രൈസ്റ്റ് ലൈക്ക് മൈ ഡിയർ ബ്രദറൻ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വംശാവലി നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയപ്പെട്ട പാപികളായ മനുഷ്യനെല്ലാം പാപിയാകട്ടോ, ഇത് അറിയപ്പെട്ട പാപികളായിരുന്ന ആ കാലഘട്ടത്തിലെ യഹൂദ സംസ്കാരം നിന്ദിച്ച സഹോദരിമാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 4 പേരുടെ കാര്യം ആത്മനിറവിൽ മത്തായി എഴുതുമ്പോൾ ഒരു വലിയ സന്ദേശമാണ് ഇത് തരുന്നത്. ജീസസ് could easily avoided this. That's my point. നിർബന്ധമായി ഇത് എഴുതണമെന്നൊന്നുമില്ല. യേശുവിന് അവോയ്ഡ് ചെയ്യായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, എല്ലാ സഹോദരിമാരുടെ എഴുതിയെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല, ഇവരുടെ കൂടെ എഴുതി വെക്കൂ. ഇതങ്ങനെയല്ല. തെരഞ്ഞെടുത്തെഴുതുന്ന പോലെ അതൊരു പ്രത്യേക ദൂത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യരെന്ന നിലയിൽ മുന്നേറുവാൻ ആഗ്രഹിച്ച് സമർപ്പിക്കുമ്പോൾ, കാര്യത്തോടടുക്കുമ്പോൾ പുറത്തല്ല. പുറത്തിപ്പോ ഒരു വെള്ളയുടുപ്പിടാൻ, മീശ പഠിക്കാൻ, ഇങ്ങനെയൊക്കെ ഒത്തിരി വേർപാടെന്നൊക്കെ പറയാം. ഇതകത്ത് വരേണ്ട ഒരു കാര്യമാണ്. അകത്ത് നിന്നാണ് ഇത് പുറത്തേക്ക് വരേണ്ടത്. അകത്ത് ഇത് വരണമെങ്കിൽ ഇറ്റ് ക്യാൻ ഓൺലി ഹാപ്പൻ ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് നിരന്തരമായി സജീവമായി റിസൈഡ് ചെയ്ത് നമ്മെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ പറയാം. എക്സ്റ്റേണലായിട്ട് നമ്മൾ ഇപ്പം
നമ്മൾ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരച്ചായനോടൊക്കെ ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് വേണേ ഒരു ദിവസമൊക്കെ കാര്യത്തോടെടുക്കുമ്പോൾ അറിയാതെ മറ്റേതങ്ങ് വെളിപ്പെട്ട് വരും. പക്ഷെ അകത്ത് ചേഞ്ച് വന്നാൽ സാഹചര്യങ്ങൾ എന്തു മാറിയാലും പ്രൈസ് ദി ലോർഡ് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരികയില്ല. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം ഇവിടെ നമ്മൾ കാണുന്ന ഹ്യൂമിലിറ്റി ക്രിസ്തുവിന്റെ ഹ്യൂമിലിറ്റി. നമുക്ക് ഓപ്ഷൻ ഇല്ല. നമ്മളൊരു കുടുംബത്തിൽ പിറന്നു, നമുക്കൊരു വംശാവലിയുണ്ട്, നമുക്ക് മാറാനൊക്കത്തില്ല. പക്ഷെ നമുക്ക് പോലും ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകളെ കർത്താവ് ഇവിടെ ചേർത്ത് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ വിടാം. നമുക്കിപ്പോ വലിയ പൊങ്ങച്ചം. ഞാൻ ആരാന്നറിയാമോ? അമേരിക്കയിൽ ചെന്നാലും അത് വിട്ടിട്ടില്ല കേട്ടോ. പ്ലെയിനൊക്കെ കയറി 10, 23, 24 മണിക്കൂറൊക്കെ ഇരുന്ന് അങ്ങനെ സഞ്ചരിച്ച് അവിടെ ചെന്നാൽ നാട്ടിലെ പിടിയാ. ഞാൻ ആരാന്നറിയാമോ? ഇല്ല. ആരാ? ഓ, അത് വലിയ കുടുംബമാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഇങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ കുടുംബചരിത്രം എടുത്തൊന്ന് പരിശോധിക്കണം. ഇങ്ങനെ പേജുകളൊക്കെ മാറ്റണം. എത്ര വർഷത്തെ ചരിത്രമുണ്ട്? എത്ര? കുറച്ച് വർഷത്തെ അല്ല, അതിനപ്പുറത്തില്ലേ? അതിനപ്പുറത്ത് നോക്കാൻ പോകണ്ട. മനസ്സിലായോ? അതെന്താണ്? ഒരു പരിധിക്കപ്പുറം നമ്മൾ ചകഞ്ഞാൽ ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഏത് പാരമ്പര്യത്തിലാണ് എന്നുള്ളത് അവരവർക്കറിയാമല്ലോ. അപ്പം ഒരു നമുക്ക് ഏതോ ഒരു ഉച്ചകോടി വരുമ്പോൾ ഒരു പരിധി വരെയാണ് നമ്മൾ ഈ എഴുതി നിഗളിക്കുന്നത്. വാട്ട് അബൌട്ട് ദി പാസ്റ്റ്? അതിനപ്പുറത്തില്ലേ? അതിനപ്പുറത്ത് ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകത്തില്ല. അപ്പുറത്തേക്ക് പോയാൽ ആരാന്ന് വെളിപ്പെടും. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും വെളിപ്പെടും. നമുക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും ഒരു വലിയ സാറിന്റെ അല്ലെ ഒരു വലിയ ആന്റിയുടെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ അവിടെ നമ്മൾ നിർത്തും. കണ്ടോടാ, നമ്മളെ പിള്ളേരെയൊക്കെ പറഞ്ഞ് വരട്ടും. നമ്മൾ ഇങ്ങനാടാ അങ്ങനാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരട്ടും. ഈ പ്രൈഡ്, നിഗള മനോഭാവം മാറി. ഹൗ ജീസസ് humbled himself. He was ready to call. ഈ സഹോദരിമാരെല്ലാം അവർ പിൻകാലത്തിൽ ദൈവകൃപയിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. അവരൊക്കെ അവിടുത്തെ വംശാവലിയിൽ അവരുടെ പേരോട് ചേർക്കുവാൻ തക്കവണ്ണം കർത്താവിന് ഒരു ലജ്ജയുമില്ലായിരുന്നു. സ്വർഗത്തിൽ നോക്കുമ്പോൾ that's an incest being committed, that's a wrong thing being committed, but still I will go through that. അത് കൊടുക്കുന്ന വലിയൊരു ദൂതുണ്ട്. He came to save sinners. എത്ര ഭയാനകമാകുന്ന പാപത്തിൽ പിടിക്കപ്പെട്ട ആളിനും ആത്മരക്ഷയുണ്ട്. കർത്താവിന് അവരെ രക്ഷിക്കുവാൻ കഴിയും എന്ന സന്ദേശമാണ്. നമ്മൾ ഈ ഡിസൈപ്പിൾഷിപ്പിനോടുള്ള ബന്ധത്തിൽ ഹൗ ജീസസിന്റെ ആ ഹ്യൂമിലിറ്റി കാണാൻ കഴിയും. കൺസിഡറിങ് അതേഴ്സ്, തന്നെത്താൻ താഴ്ത്തി. ഇതുപോലെയുള്ള ഒരു മനോഭാവം നമ്മൾക്ക് ആകട്ടെ. അപ്പൊ ഇതിനോട് ചേർന്ന് രണ്ടാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ജനനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലുമുണ്ട്. ഈ ജനനത്തോടുള്ള ബന്ധത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കാർക്കെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഏത് കുടുംബത്തിൽ ജനിക്കാൻ? ഇല്ല. ആട്ടെ, ഉണ്ടായിരുന്നേലോ? ഇപ്പൊ ഒന്നും പറയണ്ട. ഇപ്പൊ നമ്മള് ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും ഒക്കെ അവിടെ ചെന്ന് എടുത്ത് ഒത്തിരി പരിശ്രമിച്ചു അല്ലേ? ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ എങ്ങാനും ജനിക്കാനുള്ള ഓപ്ഷൻ ചിലരെങ്കിലും ഓപ്റ്റ് ചെയ്യും. എല്ലാരെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ പറയാനില്ല. ചിലരെങ്കിലും. ജീസസിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു രാജാവിന്റെ മകനായി
ഈ ലോകത്തിൽ ജനിക്കാനില്ലായിരുന്നോ? ഹി ഈസ് കിങ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ രാജാതിരാജാവും കർത്താതികർത്താവുമാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ താണ ഭൂമിയിൽ വരാൻ തെരഞ്ഞെടുത്ത കുടുംബം ഒരു കാർപ്പന്ററിന്റെ കുടുംബം. ഹീസ് എ ലേബറർ, എ ഹാർഡ് വർക്കിംഗ് ലേബറർ. Why, Lord, why do you do that? നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം. യേശുവിന്റെ ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. എന്തിനാണ് ജീസസ് അങ്ങനെ ചെയ്തത്? കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി കടന്നു വരുവാനായി കർത്താവ് ഓപ്റ്റ് ചെയ്തത് ഒരു കാർപ്പന്ററിന്റെ മകനായി, ഒരു കാർപ്പന്ററിന്റെ ഒരു ലേബററിന്റെ വീട്ടിൽ ജനിക്കാനാണ്. സ്തോത്രം. ഈ വിദ്വാൻമാരെ ഇടയ്ക്ക് ബുദ്ധി ഒന്ന് പ്രവർത്തിച്ചു. നക്ഷത്രത്തെയൊക്കെ കണ്ട് നല്ല റെഡിക്ക് പോവായിരുന്നു. അതിനിടയ്ക്ക് ബുദ്ധിയിലൊന്ന് ചിന്തിച്ചപ്പോൾ രാജാവാന്ന് എവിടാ ന്യായമായിട്ട് പിറക്കേണ്ടത്? കൊട്ടാരത്തിൽ. അത് നിമിത്തം എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്നറിയാം. അത് ഞാൻ വിവരിക്കുന്നില്ല. അതാ ലോജിക്ക്, അതാ ബുദ്ധി. ഹി മസ്റ്റ് ബി ബോൺ ഇൻ എ പാലസ്. ബട്ട് എന്റെ പോയിന്റ് ഇതാണ്, ഹി ചോസ് ടു ബി ബോൺ ആസ് എ കാർപ്പന്റേഴ്സ് സൺ. വൈ? പ്രിയ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അവിടുന്ന് ഒരു കൊട്ടാരത്തിലാണ് ജനിച്ചതെങ്കിൽ ആട്ടിടയന്മാർക്ക് പ്രവേശനമില്ല. അവിടുന്ന് ജനിച്ചിരിക്കുന്നത് ആർക്കും ഏത് സമയത്തും അപ്പോയിന്റ്മെന്റ് കൂടാതെ ഓടിക്കടന്നു വന്ന് അങ്ങേ കാണുവാനായിട്ട് ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓ, he made himself approachable, available for everyone. തുറസായ സ്ഥലത്ത് ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുന്ന ആട്ടിടയന്മാര് അവര് ഓടി വരുന്നു. കൊട്ടാരത്തിൽ പണി നടക്കത്തില്ല. സിലക്റ്റഡ് ആയിട്ടുള്ള കുറെ ആളുകൾക്ക് കുറെ സമയത്തേക്ക് മാത്രം, എല്ലാവർക്കും എല്ലായ്പ്പോഴുമല്ല, അവർക്ക് വരാൻ കാണാം. ജീസസ് ഓപ്റ്റ് ചെയ്തത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവിടത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ലോലിയായി ഒരു കാർപ്പന്ററിന്റെ വീട്ടിലാണ് അവിടുന്ന് ജനിക്കുന്നതായിട്ട് കാണുന്നത്. ഇനിയും ആ ജനനത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നോക്കിയ ലൂക്കോസ് 2:7. മറിയ അവിടുന്ന് ജനിച്ച് കഴിഞ്ഞിട്ട് എവിടെയാണ് കർത്താവിനെ കിടത്തിയത്? അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇപ്പൊ പശുത്തൊട്ടിയിൽ എന്താ കാരണം? വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായികയാൽ എന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ശീലകൾ പൊതിഞ്ഞൊന്നൊക്കെയാണ് അവിടെ കാണുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഏതൊക്കെയോ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കൺസെപ്ഷൻ സൂപ്പർ നാച്ചുറൽ ആയിരുന്നു. എന്നാൽ പ്രസവം ബാക്കി കുട്ടികളെ പ്രസവിക്കുന്നത് പോലെയാണ് മേരി പ്രസവിച്ചത്. എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്നത് ശീലകൾ ചുറ്റി. എന്തിനാണ് ഈ ശീലകൾ ചുറ്റുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ചുറ്റുമ്പോൾ ആ കൈയും കാലും ഒക്കെ നേരെ ആകാൻ വേണ്ടി, ക്ലൈമാറ്റിക് വിഷയങ്ങളിൽ നിന്ന് വിടുതൽ ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ ലൈക്ക് എനി അതർ ഓർഡിനറി ചൈൽഡ്, ലോകരക്ഷിതാവാണ്. ദിസ് ഇസ് the second person of the Trinity. Look at the way he humbled himself. എന്നിട്ട് ഒരു എവിടെയാ കിടത്തുന്നത്? പശുത്തൊട്ടി കിടത്തി. പശുത്തൊട്ടിയിൽ കിടത്തി. ഇനി
മെയിഞ്ചർ. ബേത്ലഹേമിൽ ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയായിരുന്നു. ആലോചിച്ച് കഴിഞ്ഞ് ഒരു പശുത്തൊട്ടിയിൽ ആ വാംത്ത് കിട്ടാന്, സെക്യൂരിറ്റിക്ക് വേണ്ടി ആ ലിംസ് ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആകാന്, ശ്രദ്ധിച്ച് കേൾക്കണം, രാജാക്കന്മാരിടുന്ന രാജകീയ വസ്ത്രമല്ല കർത്താവ് ധരിച്ചത്. ഓർഡിനറി ആയിട്ട് ആ കുടുംബത്തിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെയൊക്കെ പിള്ളേര് തുണിയൊക്കെ വലിച്ചൊരേറാ കൊടുക്കുന്നത് കേട്ടോ. ഇത് പഠിപ്പിക്കണം, ഈ പാഠം അവരെ. ലോകരക്ഷിതാവാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ താണഭൂമിയിൽ വന്നപ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൂ ഇസ് ദിസ്? ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് അമ്മ പശുത്തൊട്ടിയിൽ കിടത്തുന്നു. ഹൂ ഇസ് ദിസ്? ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല എന്നല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറയുന്നത്. ആ താഴ്ച നിങ്ങൾ കാണുക. അതിന് കാരണം ഇതാണ്, VIP മാത്രമല്ല, ആർക്കും ആക്സസബിൾ ആണ്. ആർക്കും കർത്താവ് അവൈലബിൾ ആണ്. ഏത് മനുഷ്യനും അപ്രോച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ സന്ദേശം ഇതാണ്, he loved everyone. Everyone had equal access to the King of Kings. Praise the Lord. ഈ മനോഭാവം നമ്മളിലാകട്ടെ. പാസ്റ്ററെ ഒന്ന് കാണാനൊക്കും, ബ്രദറെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഓ സ്തോത്രം. ഇതാരാണ്? അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട, ഏത് സമയത്ത് ഓടിച്ചെല്ലാം. നടന്നു പോകുന്നതിന്റെ ഇടയ്ക്ക് രക്തസ്രാവക്കാരത്തി സ്ത്രീക്ക് തോന്നി, ഞാന് അവിടുത്തെ വസ്ത്രത്തിന്റെ തൊങ്ങലയിൽ ഒന്ന് തൊട്ടാൽ മതി, I will be healed. And she boldly went for it. And she was healed. ഒരു യാചകൻ എടുത്തുകൊണ്ട് അലക്കിയ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്രോ എന്നോട് കരുണ ചെയ്യണമേ. അപ്പോയിന്റ്മെന്റ് എടുക്കണം. പലരും ശാസിച്ചെന്നാ. ജീസസ് stood there. നമ്മൾ ഈ യേശുവിന്റെ ശിഷ്യരാണ് പ്രിയരെ. ഈ യേശുവിന്റെ ശിഷ്യരാണ്. അതാണ് ശിഷ്യത്വം. How he humbled himself. ഈ മനോഭാവമായിരിക്കട്ടെ നമ്മളിൽ. കൊള്ളാം. ഞായറാഴ്ച അങ്ങോട്ട് കയറിച്ചെന്ന് പള്ളിയിലെ നമ്മുടെ സീറ്റിൽ ഒരാൾ ഇരുന്നാൽ നമ്മളൊരു കണ്ണുരുട്ടുണ്ട്. അവര് ദഹിച്ചു പോവും അല്ലേ? ആന്റിയുടെ സീറ്റിൽ കയറി ഇരുന്നു. അന്നത്തെ ആരാധന നമ്മളൊരു 2 നോട്ടവും ഒക്കെ ആ പാവം പിടിച്ചോള്, അവിടെ കണ്ട് വന്നിരുന്നോള്, ദഹിച്ചു. ആരെ അനുഗമിക്കുന്നത്? ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരനെ, ഇത് പ്രസംഗിക്കാൻ ഈസിയാണ്, ഇത് കേൾക്കാൻ സുഖമാണ്. നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യണം അല്ലേ? ജീസസിന്റെ ആറ്റിറ്റ്യൂഡുമായി വാസ്തവത്തിൽ നമുക്ക് എന്താണ് ബന്ധം? ലുക്ക് അറ്റ് ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്. യേശുവിന്റെ വാക്കുകളാണ്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലച്ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ലൂക്കോസ് 9 ഒരു വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഒരു ശാസ്ത്രി വന്ന് കർത്താവിൻ്റെ കൂടെ പോകാമെന്നൊക്കെ പറയുമ്പോൾ കർത്താവിനോട് പറഞ്ഞ മറുപടിയാണ്. അപ്പൊ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് അവിടുന്ന് അവൈലബിൾ ആക്കി. യോഹന്നാൻ 1:10 നിങ്ങൾക്കെല്ലാം അറിയാം. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. He is the creator of the whole wide world, of the universe. വംശാവലി ഒരു കാർപ്പന്ററിന്റെ വീട്ടിൽ. പിന്നെ ആ ജനനം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത്, എത്ര ഹ്യൂമിലിറ്റി, എത്ര ഹമ്പിളാണ്. ഇവിടെ
ഒട്ടും തീരെ നിവൃത്തിയില്ലെങ്കിലും ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട് കേട്ടോ. അവിടെ പോയാൽ ഒരമ്മയ്ക്ക് അത്യാവശ്യം പ്രൈവസിയിലൊക്കെ പ്രസവിക്കാം, പരിചരണമൊക്കെ കിട്ടും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകരക്ഷിതാവായ യേശു കർത്താവ് വന്നപ്പോൾ നമ്മളങ്ങ് കംപ്ലൈന്റ് ചെയ്യല്ലേ, ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ആൻഡ് ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് ദിസ് അല്ലെ, ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഇതിനകത്ത്. വാട്ട് അബൌട്ട് ദിസ്? ഈ മനോഭാവമായിരിക്കട്ടെ നമ്മുടേത്. സ്തോത്രം. സ്തോത്രം. അവന്റെ ആ ഹംബിൾ ബർത്ത്, അതെല്ലാം കാണിക്കുന്നത് അവിടുന്ന് നമുക്ക് പകരക്കാരനായി, wretched sinners-ന് പകരം യാഗമായി തീരാൻ വന്നപ്പോൾ he chose to come this way. ലൂക്കോസ് 2:21 വരുമ്പോൾ 8-ാം ദിവസം നമുക്കറിയാം യഹൂദന്മാരുടെ നിയമമനുസരിച്ച് പരിച്ഛേദന നടക്കുന്നു. അതുപോലെ അവിടുത്തെ പേര് കൊടുക്കുന്നു. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുൻപേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന പേർ വിളിച്ചു. ശരിക്കും ഈ ഒക്കേഷനിലൊക്കെ നല്ല നിലയിൽ സെലിബ്രേഷൻസ് നടക്കേണ്ടതാണ്. ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ടവര്, സ്നേഹിതരൊക്കെ വന്ന്, ഇതൊരു പ്രധാനപ്പെട്ട അവരുടെ ഇടയിലെ ഒരു ചടങ്ങാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരുമില്ല, വളരെ പ്രൈവസിയിലാണ് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാരണം അവർ നസറേത്തിൽ നിന്ന് ബേത്ലഹേമിൽ പോയി, പിന്നെ അവിടുന്നൊക്കെ യാത്ര ഒക്കെ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോഴ് ഈ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ആളുമില്ല. അവർ മാത്രമായിട്ട് ഉള്ള ഒരു സെലിബ്രേഷനാണ്. ഇത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ തന്നെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ 40-ാം ദിവസം നടക്കുന്നതാണ് മറിയയുടെയും ജോസഫിൻ്റെയൂടെ എന്ന് ഞാനങ്ങ് പറയുകയാണ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം. എന്നിട്ട് ജീസസിന്റെ ഡെഡിക്കേഷനൂടെ നടക്കുന്നു. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ജീസസ് വന്ന ആ കുടുംബത്തിന്റെ സാമ്പത്തിക നിലവാരത്തെക്കുറിച്ചൊരു സൂചന അവിടെ ഉണ്ട്. ശരിക്കും ഒരു ലാമ്പ് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയത്തില്ല. ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ, 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ, ആ കുടുംബത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം അവർക്ക് കൊണ്ട് നടക്കാഞ്ഞത് കൊണ്ട് അതിന് പകരമായിട്ട് അവര് പക്ഷികളെ അവിടെ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ജീസസിന്റെ. വൈ ഡിഡ് ഹി ഡു ദിസ്? ജീസസ് തെരഞ്ഞെടുക്കുക. ഇറ്റ്സ് ബിക്കോസ് ദേ കുഡന്റ് അഫോർഡ് ദാറ്റ് എക്സ്പെൻസീവ് ആനിമൽ. അതുകൊണ്ട് 2 ബേർഡ്സിനെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കംപ്ലൈനിങ് ഉണ്ടെങ്കിൽ അത് മുഴുവനും മാറണം. ആ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്, തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുമ്പോൾ പരസ്യ ശുശ്രൂഷയിൽ പലയിടങ്ങളിലും അവിടുന്ന് തന്നെത്താൻ താഴ്ത്തിയത് നമുക്കിനിയും പഠിക്കണം. പക്ഷേ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ഈ 30 വർഷത്തിൽ ആദ്യത്തെ ആ സൈലന്റ് പീരീഡ് നടന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ മനോഭാവം നമ്മൾക്ക് കാണാൻ കഴിയും. അവിടുന്ന് ശുശ്രൂഷ ഏൽക്കാനല്ല വന്നത്. He came to serve and to give his life as a ransom for many. ഈ മനോഭാവമായിരിക്കട്ടെ നമ്മളിൽ. പ്രൈസ് ദി ലോർഡ്. വലിപ്പച്ചെറുപ്പങ്ങൾ കൂടാതെ പരസ്പരം സ്നേഹിപ്പാൻ, കരുതുവാൻ,
ദൈവം ഈ പഠന പരമ്പരയിൽ യേശുക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് അങ്ങനെ ജീവിപ്പാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് തരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിൽക്കുക, 40-ാം വാക്യം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സിൻലെസ് നോർമൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് കാണുന്നത് ആരോഗ്യപരമായി, മാനസികമായി, ആത്മീകമായി. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഈ ആത്മീകമായി യേശു വളരാൻ, അപ്പം നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളത്തില്ല. അതിനാണ് നമ്മൾ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് മനസ്സിലാക്കിയത്. ആസ് എ ഹ്യൂമൻ നോർമൽ വളർച്ചയാണ്, മറ്റെല്ലാ കുട്ടികളും വളരുന്ന പോലെ. only exception is his growth was sinless. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രമീകൃതമായി ദൈവത്തിന്റെ വചനം മറിയയും ജോസഫും കർത്താവിനെ പഠിപ്പിച്ചുവെന്നും കർത്താവ് ദൈവവചനം അവിടുത്തെ മനുഷ്യത്വത്തിൽ പഠിച്ചുവെന്നുമാണ്. 12-ാം വയസ്സിൽ സ്കോളേഴ്സ് അന്തം വിട്ടുപോയി കേട്ടോ. ഈ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ദൈവവചനം എന്തോ എപ്പോഴും ദൈവവചനം, ഞായറാഴ്ച പോയാലും ദൈവവചനം, ഉപവാസ പ്രാർത്ഥനയ്ക്കും ദൈവവചനം. അങ്ങനെ പറയുന്നവരെ ഞാൻ മനസ്സിലാക്കാറുണ്ട്, കാണാറുണ്ട്. They are bored with the word of God. That is unchrist-like. Jesus ശരിക്കും he studied the scriptures so diligently that by the time he was 12 years old, scholars അന്തം വിട്ടെന്ന് അതിനെടുത്ത് പറയുന്നു. അത്ര ജ്ഞാനമായിരുന്നു. എങ്ങനെയാ ഒരു പൈതൽ വളർന്നു കിട്ടിയത്? ആട്ടെ, ഞാനേ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്തായി? ചാർട്ടേഡ് അക്കൗണ്ടന്റായി, ഡോക്ടറായി, എഞ്ചിനീയറായി, IT ഫീൽഡിലായി? അല്ല, ഈ ദൈവവചനം പഠിച്ചോ? അങ്ങനെ പഠിപ്പിക്കണോ? അതെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നോക്കിക്കേ, 6-7 വാക്യം. പഴയ നിയമത്തിലെ ഒരു അസൈൻമെന്റ് ആണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. മറിയയും ജോസഫും പഴയ നിയമ വിശ്വാസികൾ എന്ന നിലയിൽ വിശ്വസ്തയോടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അവര് ദൈവവചനം പഠിപ്പിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അവിടുന്ന് കൃത്യമായി ദൈവവചനം ആദ്യമായി അവരിൽ നിന്ന് പഠിച്ചു. അത് മാത്രമല്ല, ലോക്കൽ സിനഗോഗുകളോട് ചേർന്ന് ദൈവവചനം പഠിപ്പിക്കാൻ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. കർത്താവ് അവിടെ പോയി ശരിക്ക് ദൈവവചനം പഠിച്ചു. നമ്മളെപ്പോലെ എല്ലാ വീട്ടിലും ഒരു പക്ഷെങ്കിൽ ഒരു ചുരുള് കാണണമെന്നില്ല. സിനഗോഗിലായിരിക്കും ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചുരുളുള്ളത്. അവിടെ ചെന്ന് ആ റബിമാർ പഠിപ്പിക്കുന്നതും അവിടുത്തെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്നതും വളരെ കൃത്യമായി കർത്താവ് സമയമെടുത്ത്. ഹി വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ ദ തിങ്സ് ഓഫ് ഗോഡ്, ഇൻ സ്പിരിച്വൽ തിങ്സ്, ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഹി വാസ് സാച്ചുറേറ്റഡ് with the word of God. അത് നമ്മള് yes he is God, no doubt, പക്ഷെ 100% അവിടുത്തെ മനുഷ്യത്വത്തിൽ അവിടുന്ന് ദൈവത്തിന്റെ വചനം പഠിച്ചു. ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. That's the point. അവിടുത്തെ താഴ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു.
ആളുകൾക്ക് വേണ്ടി അവിടുന്ന് അവൈലബിൾ ആകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്ക്രിപ്ചർ. ഹൗ ഡിഡ് ഹി സ്പെൻഡ് ഓൾ ഹിസ് ടൈം ഡ്യൂറിംഗ് ദ 30 years? അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. കൃത്യമായിട്ടും ദൈവത്തിന്റെ വചനം മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചു, ലോക്കൽ സിനഗോഗ് റൂളേഴ്സിൽ നിന്ന് പഠിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു പറച്ചിലായിരുന്നു യഹൂദന്മാരുടെ ഇടയിലുള്ളത്. ഒരു സ്കോളർ ഇങ്ങനെയാണ് പറയുന്നത്: യഹൂദന്മാരുടെ ഇടയിലെ ഒരു പുരുഷൻ, ഒരു പുരുഷ പൈതല്, അവൻ പ്രായമാകുമ്പോൾ, അവൻ വളർന്നു വരുമ്പോൾ അവന്റെ പേരിനേക്കാളിലും ന്യായപ്രമാണം അവന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അവര് ദൈവവചനം പഠിപ്പിക്കുമായിരുന്നു. ആൻഡ് ജീസസ് സ്റ്റഡീഡ് ദ സ്ക്രിപ്ചേഴ്സ്. ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ നിർത്തുക. അടുത്ത ആഴ്ച ഞാൻ തുടങ്ങാൻ പോകുന്നത് 2-ാം അധ്യായത്തിന്റെ 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. അത് വായിക്കുക, മനസ്സിലാക്കുക. 12 വയസ്സുള്ളവനായി കർത്താവ് ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ നോളജ് കണ്ട സ്കോളേഴ്സ് അന്തം വിട്ടുപോയി. പക്ഷെ ഞാൻ ഈ നിർത്തുമ്പോൾ ഒരു കാര്യം അങ്ങ് പറയാം, എൻ്റെ മനസ്സിൽ അങ്ങ് തിളച്ചു വരുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ആദ്യത്തെ 30 വർഷത്തിൽ ഇത്രയും വചനം അറിയാമായിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് പ്രബോധിപ്പിക്കുമായിരുന്നു. എനിക്ക് അവസരം തന്നില്ലേലുണ്ടല്ലോ, ഞാൻ സഭയിൽ മുട്ടം വഴക്കുണ്ടാക്കും. ഇത്രയും താലന്തുള്ള എന്നെയാണോ? You imagine 30 years of his incarnated life. At the age of 12, the scholars അന്തം വിട്ടു. അവിടുന്ന് നസ്രയത്തിൽ മടങ്ങിച്ചെന്ന സിനഗോഗുകളിലൊന്നും preached. എനിക്കത് ചിന്തിക്കാൻ കഴിയത്തില്ല. ഒരു വിശ്വാസി, ഞാൻ നമ്മുടെ ഭാഷ പറയാ, ഒരു വിശ്വാസിയെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇന്നത്തെ ഞാനേ ഈ കുഞ്ഞുമോനെന്നോ ചാക്കോ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു പേര് വരുന്ന അങ്ങ് പറയുന്ന കേട്ടോ, അല്ലാതെ നിങ്ങളെ ആരെയും ഒഫൻഡ് ചെയ്യാനല്ല. ഇന്നത്തെ ഒരു കുഞ്ഞുമോനോ ചാക്കോയ്ക്കോ വല്ലോ ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ എന്താ വിഷയം? ബഹളം ഉണ്ടാക്കും. എപ്പോഴെപ്പോഴും ഭാഷക്കങ്ങ് പ്രസംഗിച്ചാൽ മതിയോ? അപ്പൊ ഈ ജീസസ്, നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഇല്ല പ്രിയരെ. വൈ ഹി ഡിഡ്ന്റ് ഡു ഇറ്റ്? ഏകദേശം 30 വയസ്സുള്ളവനായി യോർദാനിൽ ചെന്ന് സ്നാനമേറ്റു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്ന് ആവസിച്ചു. അന്ന് മുതൽ പബ്ലിക് മിനിസ്ട്രി തുടങ്ങി. ഹി വെയിറ്റഡ് ഫോർ ദ ടൈം ഓഫ് ഹിസ് ഫാദർ ഇൻ ഹെവൻ. ഒറ്റ ചിന്തയുള്ളൂ, ഐ വാണ്ട് ടു പ്ലീസ് മൈ ഫാദർ ഇൻ ഹെവൻ. അല്ലാതെ സിനഗോഗിൽ ആളാകുക എന്നുള്ളതല്ല കർത്താവിന്റെ പ്രൊജക്ട്. If the Father wants me to wait for 30 years, I will do that. Amen. Hallelujah. ഞാൻ എൻ്റെ ശുശ്രൂഷ അങ്ങോട്ട് തെളിയിക്കും. എന്തൊന്ന് തെളിയിക്കാൻ? എന്തുവാ തെളിയിക്കേണ്ടത്? That's such a unchrist-like behavior, my dear brothers and sisters. ഇതല്ലേ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നത്. സ്തോത്രം. അല്പസമയം കൂടി പോയി, എന്നോട് ക്ഷമിക്കുക. ഈ മനോഭാവം, ക്രിസ്തുവിന്റെ ഈ മനോഭാവം നമ്മളിലും ആകട്ടെ. ഒന്ന് സമർപ്പിക്കാൻ ഒക്കുമോ പ്രിയരെ? ശിഷ്യത്വം എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിച്ചിരിക്കുക, ശിഷ്യത്വം ഓക്കെ. നോ, അനുദിനം ക്രിസ്തുവിന്റെ ഈ സ്വഭാവത്തോട് അനുരൂപമാകാൻ നമ്മളിൽ അതിന് കപ്പാസിറ്റി ഇല്ല. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നും പ്രാർത്ഥിക്കണം, ലോർഡ് ഫിൽ മീ വിത്ത് യുവർ ഹോളി സ്പിരിറ്റ്, കൺട്രോൾ മീ ബൈ യുവർ ഹോളി സ്പിരിറ്റ്, give me grace to yield to your spirit. ആ മനോഭാവം അത് ഉള്ളിൽ വരേണ്ടതാ, നമ്മുടെ ചിന്തകളിൽ വരേണ്ടതാ. കുടുംബശ്രേഷ്ഠതയും പൊങ്ങച്ചവും പറഞ്ഞ് ആളുകളെ വെരുട്ടുകയല്ല. ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. ജോസഫിന്റെയും മറിയയുടെ മോൻ, നമുക്കറിയാം ജോസഫ് അല്ല ഇൻ റിയാലിറ്റി ദ ഫാദർ, ജസ്റ്റ് ദ ലീഗൽ ഫാദർ. ഹിസ് കൺസെപ്ഷൻ വാസ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ ആ കുടുംബത്തെ തെരഞ്ഞെടുക്കുകയാണ്. അവിടുത്തെ ആ താഴ്ച, കാരണം എല്ലാവരും വരട്ടെ,
ഗിവിംഗ് ദ ബിഗ് മെസ്സേജ്. ദൈവം പുത്രനിലൂടെ കൊടുക്കുന്ന ഭയങ്കര മെസ്സേജ് അല്ലേ, കം ആൻഡ് ബി സേവ്ഡ്. എല്ലാവർക്കും വേണ്ടി തന്ന ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ആണ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു എവ്രിവൺ.